ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നായികയുടെ പേര് സോങ് ഹാരൻ എന്നാണ്. ഒരു ഡിസൈനർ കമ്പനിയിൽ അസിസ്റ്റന്റ് ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ആൾ നല്ല ചിയർഫുൾ ആണ്. ഹാരന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ബോസ്റ്റണിലെ എഞ്ചിനീയറിംഗിന് പഠിക്കുവാണ്. ചാൻ എന്നാണ് പേര്. കൂടുതൽ സമയവും ലാബിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. എപ്പോഴും കുടിയൊക്കെ ഇട്ട് ആരോടും അധികം സംസാരിക്കാതെ ഗ്ലൂമിയായിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഹാരന്റെ ബർത്ത്ഡേക്ക് ബോയ് ഫ്രണ്ട് അവളുടെ പേര് എൻഗ്രേവ് ചെയ്ത ഒരു പെൻ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പെൻ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സിന് അവൾക്ക് ഒരു കോമ്പറ്റീഷന് പ്രൈസ് കിട്ടും. അവൾക്ക് ഭയങ്കര സന്തോഷവും. ആ കാര്യങ്ങളെല്ലാം അവനെ അറിയിക്കും. 4 ദിവസം അവധി കിട്ടുമ്പോൾ അവനെ മീറ്റ് ചെയ്യാനായിട്ട് ബോസ്റ്റണിലേക്ക് വരുവാണെന്ന് അവൾ പറയും. എയർപോർട്ടിൽ വന്നതിന് ശേഷമാണ് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയും റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അവൻ പെട്ടെന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി പാനിക്കായിട്ട് ഓടി ലാബിലേക്ക് ചെല്ലും. ലാബിന്റെ വാതിൽ തുറക്കുമ്പോഴത്തേക്കും അവിടെ ഒരു എക്സ്പ്ലോഷൻ നടക്കും. ഒരുപാട് പേർക്ക് പരിക്ക് പറ്റും. അവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഹാരൻ അവിടേക്ക് വരുന്നത്. ബോയ് ഫ്രണ്ടിന്റെ ചേച്ചി അന്നേരം അവളെ വിളിക്കും. ചാൻ മരിച്ചുപോയി എന്നാണ് അവൾ അറിയുന്നത്. 7 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് പിന്നീട് കാണിക്കുന്നത്. ചങ്കു ചാൻ കൊറിയയിലേക്ക് മടങ്ങി വരികയാണ്. ഇപ്പൊ അവന്റെ ക്യാരക്ടർ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ആള് നല്ല ചിയർഫുൾ ആണ്. എല്ലാവരുടെ നന്നായി മിങ്കിൾ ചെയ്യും. അവനിപ്പോ ഒരു അനിമേറ്റർ ആണ്. ഹാരൻ ആകട്ടെ കൊറിയയിലെ നമ്പർ 1 ഡിസൈനർ ആയ കിൻ നാനയുടെ കമ്പനിയിൽ ലീഡ് ഡിസൈനറായിട്ട് ജോലി ചെയ്യുകയാണ്. അവളിപ്പോ ഗ്ലൂമിയാണ്. ആളുകളുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യത്തില്ല. എല്ലാവരെയും അവോയ്ഡ് ചെയ്യാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. അവളുടെ ജോലി കഴിയുമ്പോഴത്തേക്കിനും എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് കണ്ടുപിടിച്ചിട്ട് അവള് എല്ലാവരുടെ അടുത്തുനിന്നും മാറിക്കളയും. എപ്പോഴും അവള് എങ്ങോട്ടേക്കാണ് രക്ഷപ്പെട്ടു പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല. നെയ്ബർഹുഡിലുള്ള ഒരു കഫേയിലേക്കാണ് യൂഷ്വലി അവള് പോകാറുള്ളത്. അവിടെ ചെന്ന് സമാധാനമായിട്ട് ഡിസൈൻസ് ഒക്കെ വരച്ചുകൊണ്ടിരിക്കും. കഫേ ഓണർക്കും ഇവളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അവളെ ശല്യപ്പെടുത്താനായിട്ട് പോകാറില്ല. അവള് അയാളോടും അധികം സംസാരിക്കാറില്ല. പക്ഷെ അയാൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. എന്റെ ഐസ് മെഷീൻ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പണി മുടക്കുന്നുണ്ടെന്ന് അയാൾ അവളോട് പറയും. ഇവിടെ അടുത്ത ഒരു ആർട്സ് എക്സിബിഷൻ നടക്കുന്നുണ്ട്, പോകാനായിട്ട് താല്പര്യമുണ്ടോ, കൂട്ടുകാരൻ കൂട്ടി പോകുന്നു പറഞ്ഞിട്ട് അയാൾ ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവള് ഒറ്റ ടിക്കറ്റ് ആണ് എടുക്കുന്നത്. ഹാരൻ എക്സിബിഷൻ കാണാനായിട്ട് പോകും. പൂച്ചാനും അതേ ദിവസം അതേ എക്സിബിഷൻ കാണാനായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അവൻ ഓരോരോ പെയിന്റിങ്സ് ആയിട്ട് കണ്ടിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പെയിന്റിങ്ങിന് മുമ്പിൽ കുറെ നേരമായിട്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ കേട്ടോണ്ടാണ് അവൻ വരുന്നത്. ആ പെയിന്റിങ്ങിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ കേൾക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടി അതുപോലെയാണെന്ന് അവന് തോന്നും. പൂച്ചാൻ അവളെ തിരിച്ചു നോക്കുമ്പോഴത്തേക്കിനും അവൾ അവിടുന്ന് പോയിട്ടുണ്ടാവും. അങ്ങനെ അവളെ അന്വേഷിച്ച് അവളുടെ പുറകെ പോകും. ചുറ്റും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ വേറെ എന്തൊക്കെയോ ആലോചിച്ച് ഒറ്റയ്ക്ക് നടക്കുന്ന ഹാരനെ അവൻ കാണും. അവിടെ അടുത്ത് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുവാണ്. അവിടുന്ന് വലിയൊരു സംഭവം താഴേക്ക് വീഴാൻ പോവാണെന്ന് അവൻ തിരിച്ചറിയും. അന്നേരം തന്നെ ഉറച്ച് അവളുടെ പേര് വിളിച്ചു. അവൾ എന്നിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഫ്രണ്ടിലേക്കാണ് ഇത് എല്ലാം കൂടി താഴേക്ക് വീഴുന്നത്. അവൾ ഷോക്കായിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും ആളുകളെല്ലാം ഓടിക്കൂടും. എന്തെങ്കിലും പറ്റിയോന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അവളുടെ പേര് ആരോ വിളിച്ചതുപോലെ അവൾക്ക് തോന്നും. അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ആരെയും കാണത്തില്ല. പൂച്ചാന്റെ അനിമേഷൻ കമ്പനി പുതിയതായിട്ട് ഒരു സീരീസ് ഇറക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ക്യാരക്ടേഴ്സ് ഡിസൈൻ ചെയ്തത് പൂച്ചാനാണ്. മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ കൊറിയയിലേക്ക് വരുന്നത്. കൂടെ ഫ്രണ്ടായ ബെന്നും ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് ഡിസൈനറെ തന്നെ വേണം എന്നവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാന കിമ്മിന്റെ കമ്പനിയായിട്ടാണ് അവർ കൊളാബറേഷന് വരുന്നത്. ക്യാരക്ടറിന്റെ സ്കെച്ചൊക്കെ കാണിച്ചിട്ട് പൂച്ചാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. നാന കിമ്മിനെ കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് പൂച്ചാൻ വരുന്നത്. 22ാമത്തെ വയസ്സിലാണ് അവർ ആദ്യമായി ഡിസൈൻ ചെയ്ത് തുടങ്ങിയതെന്ന് വരെ അവനറിയാം. അന്നത്തെ ഡിസൈനെ പറ്റിയൊക്കെ അവൻ കാര്യമായിട്ട് സംസാരിക്കും. ഇത് നാന കിമ്മിനെ കാര്യമായിട്ട് ഇംപ്രസ് ചെയ്യുന്നുണ്ട്. യൂഷ്വലി എല്ലായിടത്തും സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന നാന കിം അവന്റെ അടുത്ത് അവന്റെ ആ പ്ലേഫുൾ നേച്ചർ അനുസരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. പൂച്ചാൻ അവന്റെ പെൻഡ്രൈവ് എടുക്കാനായിട്ട് മറന്നു പോകും. അതെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകും. ക്യാരക്ടർ സ്കെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ആരെയോ റിസംബിൾ ചെയ്യുന്നത് പോലെ മിസ് കിമ്മിന് തോന്നും. ഇത് ഒറിജിനൽ ക്യാരക്ടറാണ്, പൂച്ചാൻ തന്നെ ഡിസൈൻ ചെയ്തതാണെന്ന് ബെൻ ഉറപ്പ് കൊടുക്കും. പക്ഷെ കുറച്ചു നേരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് സോങ് ഹാരനെ റിസംബിൾ ചെയ്യുന്നതെന്ന് നാന കിമ്മിന് മനസ്സിലാവും. പെൻഡ്രൈവ് എടുത്ത് തിരിച്ചു വരുന്നുണ്ടെ കോറിഡോറിൽ വെച്ചിട്ട് ഒരു പെൻ ഉരുണ്ട് പൂച്ചാന്റെ കാലിനടുത്തേക്ക് ചെല്ലും. അവൻ ആ പെൻ എടുക്കും. അത് തിരിച്ചറിയും. കാരണം അതിൽ ഹാരന്റെ പേര് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഹാരൻ അന്നേരം അങ്ങോട്ടേക്ക് വരും. അവളെ കാണുന്നുണ്ടെ ഒരേ സമയം അവൻ സർപ്രൈസ്ഡും ഷോക്ക്ഡും ആവും. അത് എന്റെ പെന്നാണ്, കയ്യിൽ നിന്ന് താഴെ പോയതാണ്, തിരിച്ചു തന്നേക്കുമെന്ന് ഹാരൻ അവനോട് പറയും. അവളെ കാണുന്നുണ്ടെ ഒന്നും മിണ്ടാൻ പറ്റാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് പൂച്ചാൻ. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു തരണോ? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? കൊളാബറേഷൻ പ്രോജക്റ്റിന് വേണ്ടി വന്നതാണോ എന്ന് അവൾ ചോദിക്കും. അന്നേരമാണ് അവൻ ബോധം വന്നിട്ട് എന്റെ പേര് സോങ് ചാൻ എന്നാണെന്ന് പറഞ്ഞ് അവൻ പരിചയപ്പെടുന്നത്. എന്റെ പേര് സോങ് ഹാരൻ ആണെന്ന് പറഞ്ഞിട്ട് അവളും പരിചയപ്പെടുത്തും. എന്നിട്ട് പെന്നും വാങ്ങിപ്പോകും. പൂച്ചാൻ ആ ഷോക്കിൽ ഡ്രസ് റൂമിലേക്കാണ് പോകുന്നത്. കമ്പനി എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഹാരൻ അവിടുത്തെ ലീഡ് ഡിസൈനർ ആണെന്ന് അവന് മനസ്സിലാവും. ചാൻ പോയിട്ട് കുറച്ച് നേരമായി, കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവൻ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് ബെൻ ചോദിക്കും. പ്രശ്നമൊന്നുമില്ല, നമുക്ക് മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാമെന്ന് അവൻ പറയും.
അന്നേരം അവിടേക്ക് ഹാരൻ വരും. മിസ് കിം അവളെ എല്ലാവർക്കുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും. ഈ കൊളാബറേഷൻ പ്രോജക്റ്റിന് നിങ്ങൾ മെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് ചീഫ് ഡിസൈനറായ ഹാരനുമായിട്ടാണെന്ന് അവർ പറയും. ഇത് ഒറിജിനൽ ക്യാരക്ടർ ആണോ റിയൽ ലൈഫിലെ ആരെങ്കിലും ബേസ് ചെയ്തിട്ടുള്ളതാണോ എന്ന് നാനാ കിം വീണ്ടും വൂചാന്റെ അടുത്ത് ചോദിക്കും. ഇത് ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതാണെന്ന് അവൻ പറയും. അവനെ സംശയിച്ചെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെന്റെ ചേച്ചിയായ ഹാരനെ റിസംബിൾ ചെയ്യുന്നെന്ന് മിസ് കിമ്മിന് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് അവളുടെ അനിയത്തിയായ ഹായൻ അവനോട് പറയും. അത് കേൾക്കുമ്പോൾ അവൻ ഷോക്ക്ഡ് ആവും. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതെല്ലാം കൂടി അവന്റെ ഷോട്ടിൽ കൂടി വീഴും. ഇങ്ങനെ മെസ്സി ആയിട്ടിരുന്ന് ഈ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല, ആൾക്ക് മാറാനായിട്ട് വേറെ ഷോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കിം അവിടെ നിന്ന് പോവും. ഹായൻ അവനോട് ഫിറ്റിംഗ് റൂം 4th ഫ്ലോറിലാണ്, അങ്ങോട്ടേക്ക് പൊക്കോളൂ എന്ന് പറയും. സ്റ്റാഫിൽ ഒരാളായ റീമയാണ് ചാനലിലുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നത്. ഹെയറൻ അവരുടെ അടുത്ത് ആരടുത്തും മിണ്ടാത്തതും മിങ്കിൾ ചെയ്യാത്തതും മാറി നടക്കുന്നതും എല്ലാം അയാൾക്ക് ദേഷ്യമുള്ള കാര്യമാണ്. അയാൾ ഡ്രസ്സും കൊണ്ട് വരുമ്പോൾ ഹെയറൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണും. ഇയാൾക്ക് ഇപ്പോൾ വേറെ പണിയൊന്നുമില്ലല്ലോ, ഇയാൾ തന്നെ ഇത് കൊണ്ടുപോയി കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ഡ്രസ്സ് അവളുടെ കയ്യിൽ കൊടുക്കും. അവളെ കണ്ടപ്പോൾ മുതൽ ആകെ പ്രശ്നമാണ്. ഇനി 3 മാസം എങ്ങനെയാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചാൻ. നേരം അവൾ അങ്ങോട്ടേക്ക് വന്നിട്ട് വിളിച്ചു നോക്കും, പക്ഷെ ഇവനത് കേൾക്കത്തില്ല. അതുകൊണ്ട് അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് ചെല്ലും. രണ്ടുപേർക്കും അതൊരു എംബാരസിംഗ് മൊമെന്റ് ആണ്. അങ്ങനെ ഒരു അവസ്ഥ രണ്ടുപേരും പ്രതീക്ഷിക്കുന്നില്ല. അവളെ ഷർട്ട് കൊടുത്തിട്ട് തിരിച്ചു പോകും. തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് അവൻ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതും കണ്ടുകൊണ്ടാണ് ബെൻ അങ്ങോട്ടേക്ക് വരുന്നത്. നിനക്ക് ഇന്ന് എന്താണ് പറ്റിയത്? നീ നിന്റെ യൂഷ്വൽ സെൽഫിലല്ലാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്നോട് തുറന്നു പറയാനായിട്ട് പറയുന്നതാണേ. ഞാൻ പോവുകയാണ്, പുതിയൊരു സൂപ്പർവൈസറെ എത്രയും പെട്ടെന്ന് ഞാൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാമെന്ന് അവൻ പറയും. ഇത് കളിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത് ഒട്ടും ഫണ്ണിയല്ല. എത്രയെങ്കിലും ആളുകൾ എത്രയോ കാലം ഇതിന്റെ പുറകെയായിരുന്നു. അവരെല്ലാം നിന്നെ വിശ്വസിച്ചാണ് ഇതിന്റെ കൂടെ നിന്നത്. എത്രമാത്രം പൈസ ചെലവായെന്ന് നിനക്കറിയാം. അടുത്ത ആഴ്ച മെയിൻ കമ്പനിയിൽ നിന്ന് ഒരു ടീം ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് നിനക്കറിയാം. പിന്നെ എന്തുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്ന കൂട്ട് റീസൺ പറയാനായിട്ട് പറയും. എനിക്ക് പേടിയാണ്, ഞാൻ ഇവിടെ വരാനായിട്ട് പാടില്ലായിരുന്നു. എനിക്കിപ്പോൾ ഒന്നും വിശദീകരിച്ച് പറയാനായിട്ട് പറ്റത്തില്ല, ഞാനത് പിന്നീട് നിന്നോട് പറയാം. ഇപ്പം എന്നെ നിർബന്ധിക്കരുതെന്ന് അവൻ പറയും. നീ ഒരു സൂപ്പർവൈസർ ആയപ്പോൾ നിനക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിന്റെ സ്വപ്നമായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. എനിക്കറിയാവുന്ന ചാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. ഇത്രയ്ക്കും ഇറസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സൂപ്പർവൈസറെ എനിക്കും ആവശ്യമില്ലാന്ന് ബെന്നും ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടുന്ന് പോകും. കുറെ നേരം കഴിഞ്ഞ് ബെൻ വന്ന് നോക്കുമ്പോഴത്തേക്കിനും റൂമിൽ ചാന്റെ ഡ്രസ്സൊന്നും കാണാനായിട്ടില്ല. അവൻ പോയി എന്ന് ബെൻ വിചാരിക്കും. ഹെഡ് ഓഫീസിൽ നിന്ന് മീറ്റിംഗിലുള്ള സമയമാവും. ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേനും ചാൻ വന്ന് മീറ്റിംഗിൽ ജോയിൻ ചെയ്യും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ പോയി എന്നാണ് വിചാരിച്ചതെന്ന് ബെൻ അവനോട് പറയും. ഡ്രസ്സൊക്കെ ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്യാനായിട്ട് കൊടുത്തതാണ്, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് ഒന്നും സംഭവിക്കാത്ത കൂട്ട് അവൻ പറയും. ബെൻ റൂമിലേക്ക് പോകുമ്പോഴത്തേക്കിനും 3 മാസമല്ലേ, 3 മാസത്തിനിടയ്ക്ക് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. എങ്ങനെയെങ്കിലും ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണമെന്നാണ് ചാൻ മനസ്സിൽ വിചാരിക്കുന്നത്. ഹാരൻ പോകുന്നിടത്തെല്ലാം ആരോ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്, അവളുടെ ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. ഹാരനും ഹായങ്ങനും ഹാദം എന്ന് പറഞ്ഞിട്ട് ഒരു അനിയത്തി കൂടിയുണ്ട്. ഇവർ 3 പേരും നാനാ കിമ്മിന്റെ ഗ്രാൻഡ് ചിൽഡ്രൻ ആണ്. മൂന്നാമത്തെ പെൺകുട്ടി സ്കൂളിൽ പഠിക്കുകയാണ്, ആള് നല്ല ബ്രില്യൻ്റ് ആണ്. ആ കുട്ടിയെ എടുത്ത് കളിച്ചു തിരിച്ചാണ് നാനാ കിം സംസാരിക്കുന്നത്. ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ആയിട്ട് മാത്രമേ ഗ്രീറ്റ് ചെയ്യാവൂ പറഞ്ഞതുകൊണ്ടാണ് അവരുടെ റിലേഷൻ അവർ ഓഫീസിൽ വെച്ചിട്ട് അങ്ങനെ കീപ്പ് ചെയ്യുന്നത്. അന്ന് ഹാരൻ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കിനും അമ്മമ്മ അവളെ വിളിക്കും. ഞാൻ ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്, ഡേറ്റ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയിക്കാം, അയാളെ പോയി മീറ്റ് ചെയ്യണം എന്ന് പറയും. എനിക്ക് ഡേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്ന് അവൾ പറയുമ്പോൾ എനിക്കതറിയാം, നീ നിന്റെ മനസ്സ് മാറ്റാനാണ് ഞാൻ പറഞ്ഞത്. ഫോട്ടോഗ്രാഫർ യൂൺ ആണ് ആള്, കുറെ കാലം കൊണ്ട് നിന്നെ അയാൾക്ക് ഇഷ്ടമാണ്, നല്ല ടാലന്റഡ് ആണ്, നല്ല ക്യാരക്ടറാണ്, അതുകൊണ്ട് അയാളെ ഒന്ന് പോയി മീറ്റ് ചെയ്യണം എന്ന് അമ്മൂമ്മ നിർബന്ധിച്ച് പറയും. പക്ഷെ അവൾ അപ്പോളജൈസ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഹാരന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹായൻ. അവള് ഒരുപാട് രാത്രി വൈകിയാണ് വീട്ടിലേക്കൊക്കെ വരുന്നത്. പിറ്റേ ദിവസം രാവിലെ വരുന്ന തന്നെ അമ്മൂമ്മ അവളുടെ അടുത്ത് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ ന്യൂസിൽ ഹാരന്റെ പറ്റിയ അപകടത്തെ പറ്റി അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മൂമ്മ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ പെട്ടെന്ന് തന്നെ TV ഓഫ് ചെയ്ത് ഹാരനെ അന്വേഷിച്ച് അവളുടെ റൂമിലേക്ക് വരും. അവളുടെ റൂമിൽ ഇരിക്കാറേ ഇല്ല, അവിടെയുള്ള ആറ്റിക്കിലാണ് എപ്പോഴും പോയിരിക്കുന്നത്. ഒറ്റയ്ക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് അവൾക്ക് ഇഷ്ടം. അനിയത്തി വിളിക്കുന്ന കേട്ടിട്ട് അവൾ ഇറങ്ങി വരും. ഇത്രയും വലിയ അപകടം സംഭവിക്കാൻ പോയിട്ടും അതിനെക്കുറിച്ചൊന്നും എന്താണ് ഇവിടെ വന്നിട്ട് പറയാഞ്ഞത്? ഇത് അമ്മൂമ്മ കാണാതിരിക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്നറിയാവോ? ഇനിയെങ്കിലും റോഡിൽ കൂടെ നടക്കുമ്പോൾ വേറൊന്നും ആലോചിക്കാതെ നേരെ നോക്കി നടന്നുകൂടെ എന്നൊക്കെ കൺസേണോടുകൂടി അനിയത്തി അവളോട് ചോദിക്കും. അനിയത്തി പറഞ്ഞതെല്ലാം സമ്മതിച്ചിട്ട് തിരിച്ചു പോകാനായിട്ട് തുടങ്ങുന്നതന്നെയാണ് റിപ്പോർട്ടർ പറയുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. ആ പെൺകുട്ടിയെ ഒരു ആള് പേര് വിളിച്ചതുകൊണ്ടാണ് കൃത്യസമയത്ത് അവിടെ നിൽക്കാനും അപകടം ഒഴിവാക്കാനും പറ്റിയതെന്ന് സംശയം തോന്നിയിട്ട് ഹായങ്ങിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഹാരൻ നോക്കും. ആ പറഞ്ഞ ആളുടെ മുഖം അവർ ബ്ലർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡ്രസ്സ് രണ്ടുപേരും റെക്കഗ്നൈസ് ചെയ്യും. അത് ഷാന്റെ ആണെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കിനും അതെങ്ങനെയാണ് ശരിയാകുന്നത്? അയാള് ഇന്നലെയല്ലേ കമ്പനിയിലേക്ക് വന്നത്, എന്നെ ആദ്യമായിട്ട് കാണുകയാണ്, പിന്നെ എങ്ങനെ പേരെങ്ങനെ അറിയായിരിക്കും എന്ന് ഹാരൻ ചോദിക്കുമ്പോഴത്തേക്കും നീ ഇൻഡസ്ട്രിയിൽ ഫേമസ് ആണല്ലോ, അങ്ങനെ അയാള് മനസ്സിലാക്കിയതാവാമെന്ന് ഹായൻ പറയും. പക്ഷെ
ഇതേ കളർ കോമ്പിനേഷനിലുള്ള ഡ്രസ്സ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അയാളായിരിക്കണം എന്നും നിർബന്ധമില്ലല്ലോ എന്ന് ഹായം ചോദിക്കും. പുതിയൊരു ഡ്രസ്സിന്റെ ഫിറ്റിംഗ് നോക്കാനായിട്ട് ഇന്റേൺ ആയ സോള് ഫിറ്റിംഗ് റൂമിലേക്ക് പോയിട്ട് വരുന്നത് ചാന്റെ ഷർട്ടും കൊണ്ടാണ്. അവൻ ആ ഷർട്ട് അവിടെ ഇട്ടിട്ടാണ് അന്ന് പോയത്. ഇത് ആരുടെയാണെന്ന് ചോദിച്ചിട്ട് ആ കുട്ടി വരുമ്പോഴത്തേക്കിനും അവൾ ആ ഷർട്ട് വാങ്ങി വെക്കും. അത് ചാന്റേതാണെന്ന് അവൾ തിരിച്ചറിയും. നോക്കുമ്പോൾ പോക്കറ്റിൽ അന്നത്തെ എക്സിബിഷന്റെ ടിക്കറ്റും കാണും. അന്നത്തെ ദിവസം തന്നെയാണ് ഈ അപകടം സംഭവിച്ചത്. അപ്പോൾ അവളുടെ പേര് വിളിച്ചത് ചാൻ തന്നെയാണെന്ന് അവൾ ഉറപ്പിക്കും. പിറ്റേ ദിവസം അവൾ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ ആകെ പ്രശ്നമാണ്. അവളുടെ സ്റ്റോക്കർ ഫോട്ടോസ് എല്ലാം കൂടി ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിടയ്ക്കെങ്ങാനും ബ്രേക്കപ്പ് എങ്ങനെ ഉണ്ടായോ, അങ്ങനെയുള്ള ചില ആളുകൾ സൈക്കോസ് ആയിരിക്കും, അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ട് ഫോട്ടോസ് ഒക്കെ അയച്ചു തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൺസേണോട് കൂടി അവളുടെ അടുത്ത് ചോദിക്കും. ഇത് പ്രൈവറ്റ് മാറ്റർ അല്ലേ, ഇത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അകത്ത് കയറി വാതിലടയ്ക്കും. ഇവരാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല, ഇത് ഡേഞ്ചറസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും ശ്രദ്ധിക്കാനായിട്ട് നിൽക്കത്തില്ല. ഇതെല്ലാം അവിടുത്തെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ ടേസൂക്ക് കേൾക്കുന്നുണ്ട്. ഗ്രാൻഡ് മദറിന്റെ വലം കൈയാണ് അയാൾ. ഹാരന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കും, അന്ന് നിന്നെ പേര് വിളിച്ചത് ഈ സ്റ്റോക്കർ ആണെങ്കിലോ സ്വാഭാവികമായും നിന്റെ പേര് അയാൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ അറിയാതെ ഉറക്കെ പേര് വിളിച്ചു പോയതാവാം. അങ്ങനെയാണെങ്കിൽ ഇത് അപകടമാണ്, ആരാണെന്ന് നമുക്ക് ഉറപ്പിക്കണം എന്നൊക്കെ ഹായൻ പറയുമ്പോൾ അതിനെപ്പറ്റി ഇപ്പൊ ആലോചിച്ച് സമയം കളയണ്ട, നീ ഇപ്പൊ പോയി ജോലി ചെയ്യാനായിട്ട് ഹാരൻ അവളുടെ അടുത്ത് പറയും. പോകുന്നതിന് മുമ്പ് ഹാരന്റെ ഫോൺ എടുക്കും. ഫോൺ എടുത്ത് തിരിഞ്ഞ് അവൾ എന്തോ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഹാരൻ അത് കാണും. എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതിൽ പൊടി ഇരിക്കുകയായിരുന്നു, ഞാൻ തുടക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ അവിടെ വെച്ചിട്ട് പോകും. ഹെരൻ അവിടുന്ന് കഫേയിലേക്കാണ് പോകുന്നത്. എന്താവാൻ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അവൾ സങ്കല്പിക്കും. സ്റ്റോക്കർ ഷാനാണെങ്കിൽ അയാൾ അയാളുടെ സങ്കല്പത്തിലുള്ള ഒരു ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യുന്നു. കൊറിയയിലേക്ക് വരുന്നു, എന്നെ കാണുന്നു, ഞാൻ ആ ക്യാരക്ടറുമായിട്ട് റിസംബ്ലൻസ് ഉള്ള പെൺകുട്ടിയാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ എന്നെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. എൻ്റെ പേരും മനസ്സിലാക്കുന്നു. എൻ്റെ കൂടെ എക്സിബിഷന് വരുന്നു. ഞാൻ അപകടത്തിൽ പെടാൻ പോകുന്നു എന്ന് കാണുമ്പോൾ അറിയാതെ പേര് വിളിച്ചു പോകുന്നു. അതിനുശേഷമാണ് അയാൾ കമ്പനിയിലേക്ക് വരുന്നത്. അതുവരെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പോവാണെന്ന് അയാൾക്ക് അറിയത്തില്ല. അവിടെ വന്നു കഴിഞ്ഞപ്പോഴായിരിക്കാം എന്നെ വീണ്ടും കാണുന്നത്. അതുകൊണ്ടായിരിക്കാം അയാൾ അന്ന് വിയേർഡായിട്ട് ബിഹേവ് ചെയ്തതെന്ന് ഇവിടെ ഓർക്കും. കാരണം ഇവിടെ കാണുമ്പോൾ ആ ഷോക്കിൽ അവനൊന്നും പറയാൻ പറ്റാതെയൊക്കെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടോ എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ടെയാണ് എൻ്റെ പേര് ഷാൻ എന്നൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അവൻ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോഴല്ലേ അയാൾ അങ്ങനെ ബിഹേവ് ചെയ്തതിൻ്റെ റീസൺ എനിക്ക് മനസ്സിലായതെന്നൊക്കെ ഇവള് ചിന്തിച്ചു കൂട്ടും. കഫേ ഓണറുടെ പേര് പാർക്ക് എന്നാണ്. അവിടുത്തെ ഐസ് മെഷീൻ കേടായിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ മെഷീൻ കേടല്ലായിരുന്നു. ഇവിടെ റെഗുലറായിട്ട് വരുന്ന വേറൊരു വിസിറ്റർ ഉണ്ട്. അയാൾ വന്നിട്ട് എനിക്കിത് ശരിയാക്കി തന്നു എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കും. എന്നിട്ട് എക്സിബിഷന് പോയോന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കും. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർക്ക് ഗ്രാൻഡ് മദറിന്റെ മെസ്സേജ് വരും. അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, ഇന്ന് രാത്രി 7 മണിക്ക് ഗ്രാൻഡ് ഹോട്ടലിൽ വരണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. മിസ്റ്റർ പാക്കിന് ഐസ് മെഷീൻ ശരിയാക്കി കൊടുത്തത് ബൂച്ചാനാണ്. അവന് എക്സിബിഷന് പോകാനുള്ള ടിക്കറ്റ് കൊടുത്തതും മിസ്റ്റർ പാക്കാണ്. അവിടെ ഒരു ഹാർമോണിക്ക ഇരിക്കുന്ന കാണുമ്പോൾ ഇത് വായിക്കാറുണ്ടോ എന്ന് അവൻ പാക്കിന്റെ അടുത്ത് ചോദിക്കും. ഞാൻ ചെറുതായിരുന്നപ്പോൾ നല്ലതുപോലെ വായിക്കുമായിരുന്നു. ഇപ്പോൾ ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പഴയ സാധനങ്ങളൊക്കെ അടുക്കിയപ്പോൾ കിട്ടിയതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പഴയ കാലവും പഴയ കൂട്ടുകാരെയും അന്നത്തെ നെയ്ബർഹുഡും അവിടുത്തെ കാര്യങ്ങളും എല്ലാം ഓർമ്മ വന്നു എന്ന് അയാൾ പറയും. നമ്മുടെ ഓർമ്മകളൊക്കെ ലിങ്ക്ഡ് ആയിരിക്കും, എല്ലാം മറന്നെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരൊറ്റ കാര്യം ഓർത്താൽ ബാക്കിയെല്ലാം കൂടെ ഓർമ്മ വരും. അന്നേരമാണ് അതൊന്നും നമ്മൾ മറന്നിട്ടില്ലായിരുന്നു എന്ന് മനസ്സിലാകുന്നതെന്ന് അവൻ പറയുന്നത് കേൾക്കുമ്പോൾ അവൻ അന്ന് കാര്യമായിട്ട് എന്തോ വിഷമമുണ്ടെന്ന് മിസ്റ്റർ പാക്കിന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അയാൾ വൈൻ എടുക്കാനായിട്ട് പോകും. തിരിച്ചു വരുമ്പോൾ അവൻ പിയാനോയിൽ ഒരു സോങ് പ്ലേ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ആ പാട്ട് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ പണ്ട് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പാട്ട് ഉറക്കം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന്. അതുകൊണ്ട് ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കിയതാണ്, അതെനിക്ക് ഇഷ്ടമാണെന്ന് അവൻ പറയും. ഓർമ്മകൾക്ക് ഒരു പ്രശ്നമുണ്ട്, ചവാണാണ്. നമ്മൾ മറക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ തെളിച്ചത്തിൽ നമുക്ക് ഓർമ്മ വരും. അതുകൊണ്ട് അവയെ വെറുതെ വിടാനായിട്ട് മിസ്റ്റർ പാർക്ക് ചാൻ്റെ അടുത്ത് പറയും. വൈകിട്ട് പറഞ്ഞ സമയത്ത് ആ ഹോട്ടലിലേക്ക് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹാരൻ വരും. അവിടെ വന്നു കഴിയുമ്പോൾ എന്തുതരം മീറ്റിംഗ് ആണെന്ന് എന്നോട് ഇനിയെങ്കിലും പറയണം എന്ന് അവൾ പറയും. അപ്പോൾ ഫോട്ടോഗ്രാഫർ യൂണുമായിട്ട് ബ്ലൈൻഡ് ഡേറ്റ് സെറ്റ് ചെയ്തേക്കുകയാണ്. ഞാൻ നിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് അമ്മൂമ്മ ചോദിക്കും. അത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അതിനാണെങ്കിൽ ഞാൻ തിരിച്ചു പോവുകയാണ്, എനിക്കതിൽ താല്പര്യമില്ലാതെ എത്ര വർഷം പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ടേ അമ്മൂമ്മ തിരിച്ചും ദേഷ്യപ്പെടും. 7 വർഷം കഴിഞ്ഞുപോയി, എല്ലാവരും വേദന കൂടി കടന്നു പോകും. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. നീ അതിന് തയ്യാറല്ല. ഒരു ഭീരുവിനെ പോലെ എല്ലാത്തിൽ നിന്നും എല്ലാ കാലവും ഒളിച്ചോടാനായിട്ട് പറ്റത്തില്ല. കൂടെ ഒരാളുണ്ടെങ്കിൽ ജീവിക്കാനായിട്ട് പറ്റും, ഇല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. യൂൺ നല്ലൊരു വ്യക്തിയാണ്, നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അയാൾക്ക് പറ്റും എന്ന് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ നല്ലൊരാളെ ആവശ്യമില്ല എന്ന് അവൾ ദേഷ്യത്തിൽ തിരിച്ചു പറയും. എനിക്കതിൻ്റെ ആവശ്യമില്ല. എല്ലാം അറിഞ്ഞിട്ടും എന്നോട് ഇതെങ്ങനെ പറയാനായിട്ട് തോന്നി? എനിക്കിങ്ങനെ ജീവിച്ചാൽ മതി, ഞാൻ ഇങ്ങനെയാണ് കംഫർട്ടബിൾ. ഇങ്ങനെ ജീവിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് പേടിയാണ്. എല്ലാ ദിവസവും ആങ്ഷ്യസ് ആയിട്ട്
ഞാൻ സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ച് എനിക്ക് ജീവിക്കേണ്ട. ആരും കൂടെ ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ട് സമ്മതിക്കുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിലാണ് കരഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് പോകുന്നത്. ഒരു കാർ അപകടത്തിലാണ് ഹാരന് അച്ഛനെയും അമ്മയെ നഷ്ടപ്പെടുന്നത്. അതിനുശേഷം അവളുടെ ബോയ് ഫ്രണ്ടിനെ നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരഞ്ഞ ഹാരനെ അമ്മമ്മ ഓർക്കുന്നുണ്ട്. എന്നാലും മിസ്കിം അവർക്ക് മെസ്സേജ് അയക്കുന്നത് ഫോട്ടോഗ്രാഫർ യൂണിനെ നമ്മളെ വിളിച്ചു വരുത്തിയതാണ്. അയാളോടുള്ള ബേസിക് മര്യാദയുടെ പേരിലെങ്കിലും ഒന്ന് പോയി കാണണം എന്നാണ്. അങ്ങനെ യൂണിനെ കാണാൻ വേണ്ടിയിട്ട് ഹാരൻ ഹോട്ടലിലേക്ക് തിരിച്ചു പോകും. ഹാരൻ യൂണിന്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യും. മിസ്കിമിന് ഒരു തെറ്റിദ്ധാരണ കാരണം സംഭവിച്ചതാണ്. ഇനി ഇങ്ങനെയൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല. ദയവേത് നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി വേസ്റ്റ് ചെയ്തതെന്ന് അവൾ യൂണിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും ഇയാൾക്ക് എന്നോട് ഫീലിങ്സ് ഒന്നും ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എന്റെ ഫീലിങ്സ് സിൻസിയർ ആണെന്ന് അവൻ തിരിച്ചു പറയും. അന്നേരമാണ് ഹായ് നോക്കുന്നുണ്ടെ പൂച്ചാൻ അതുവഴി നടന്നു പോകുന്നത് കാണുന്നത്. സ്വാഭാവികമായും അവളെ സ്റ്റോക്ക് ചെയ്ത് വന്നതാണെന്ന് ഹാരൻ തെറ്റിദ്ധരിക്കും. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ മീറ്റ് ചെയ്യാനായിട്ട് പോകണം എന്ന് പറഞ്ഞ് യൂണിന്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്ത് ഹാരൻ അന്നേരം തന്നെ പൂച്ചാന്റെ പുറകെ പോകും. എടാ, ഇയാൾ ശരിക്കും ആരാണ്? അന്ന് ആർട്ട് മ്യൂസിയത്തിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് എനിക്ക് അപകടം സംഭവിക്കാനായിട്ട് പോയപ്പോൾ എന്റെ പേര് വിളിച്ചത് ഇയാളല്ലേ? ഞാൻ ആദ്യമായിട്ട് ഇയാളെ കാണുന്നത് കഴിഞ്ഞ ദിവസമാണ്. തനിക്ക് എന്ന് മുതൽ എന്നെ അറിയാം? ഇയാൾക്ക് എന്നെ എങ്ങനെയാണ് അറിയുന്നത്? നിങ്ങൾ എന്താണ് ഹൈഡ് ചെയ്യുന്നതെന്നൊക്കെ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ തീർച്ചയായും മീറ്റ് ചെയ്യേണ്ടിയിരുന്ന ആളാണ്. എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയാണ്. ജീവിതത്തിന്റെ ദിശ എങ്ങോട്ടേക്ക് പോകുന്ന ഒരു ഊഹം ഇല്ലാതിരുന്ന സമയത്ത് 7 വർഷം മുമ്പ് എന്റെ ലൈഫ് ഒരു വിന്റർ ആണെന്ന് ഞാൻ വിചാരിച്ചിരുന്ന സമയത്ത് ഒരു സ്പ്രിംഗ് ബ്രീസ് പോലെ എന്റെ ലൈഫിലേക്ക് വന്ന പെൺകുട്ടിയാണെന്ന് പൂച്ചാൻ മനസ്സിൽ വിചാരിക്കും. ശരിക്കും നിങ്ങൾ ആരാണെന്ന് പൂച്ചാന്റെ അടുത്ത് വീണ്ടും ഹാരൻ ചോദിക്കും. അന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഭാവിയിൽ ഞങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു എന്ന് പൂച്ചാൻ പറയുന്ന വോയിസ് ഓവർ കേൾപ്പിച്ചുകൊണ്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് തീരുന്നത്.